തടി കുറയ്ക്കാൻ വേണ്ടി ചപ്പാത്തിയും ഓട്സും മാത്രം കഴിച്ച് മതിയായെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. രാത്രി ചപ്പാത്തിക്കും ചോറിനും പകരം ഈ ഹൈ പ്രോട്ടീൻ വെയിറ്റ് ലോസ് സാലഡ് ഒന്ന് കഴിച്ചു നോക്കൂ. 2 ആഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കാണാൻ സാധിക്കും. ആദ്യം തന്നെ നമുക്ക് 3 ടേബിൾ സ്പൂൺ ചെറുപയർ വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. ഇതൊരു പ്രോട്ടീൻ്റെ കലവറയാണ്. ഇത് നമ്മളുടെ പേശികളുടെ ആരോഗ്യത്തിന് വളരെ യൂസ്ഫുള്ളുമാണ്. ഇതിൽ കാലറി വളരെ കുറവാണ്. ചെറുപയറിൽ ഡയറ്ററി ഫൈബർ ധാരാളം ഉള്ളതുകൊണ്ടും പ്രോട്ടീൻ റിച്ച് ആയതുകൊണ്ടും സാലഡ്സിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് വിശപ്പ് തോന്നാണ്ട് കുറേ നേരം നിൽക്കാൻ സാധിക്കും. ഇതിനി ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു കുക്കറിലേക്ക് മാറ്റി കൊടുത്ത് ഒരു 2-3 വിസിൽ വരുന്ന വരെ ഒന്ന് കുക്കാക്കിയെടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് അവിടുന്ന് ആവുന്ന സമയത്ത് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് കട്ടാക്കിയെടുക്കാം. ഞാനിവിടെ ഒരു കുക്കമ്പർ എടുത്തിട്ടുണ്ട്. കുക്കമ്പറിൽ ഏകദേശം 95% വെള്ളമാണ്. അതുകൊണ്ട് തന്നെ ചൂട് സമയത്തൊക്കെ ഇത് കഴിക്കുന്നത് ശരീരത്തിനുണ്ടാകുന്ന ഡീഹൈഡ്രേഷൻ തടയാൻ സഹായിക്കും. ഇതിൽ കുറഞ്ഞ അളവിലാണ് കാലറി. അതുകൊണ്ട് തന്നെ വെയിറ്റ് ലോസിന് ഇത് നല്ലപോലെ പ്രൊമോട്ട് ചെയ്യും. കുക്കുംബർ ദിവസം കഴിക്കുന്നത് നമ്മുടെ സ്കിൻ ഹെൽത്തിനും വളരെ നല്ലതാണ്. ഈ പീലറിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇങ്ങനെ മുറിക്കണം എന്നൊന്നും ഒരു നിർബന്ധമില്ല കേട്ടോ. സാധാരണ പോലെ റൗണ്ട് ആക്കിയോ അല്ലെങ്കിൽ ക്യൂബ് ആക്കിയോ കട്ടാക്കിയാൽ മതിയാവും. അടുത്തതായി വേണ്ടതാണ് നമുക്കൊരു ക്യാരറ്റ്. ഇത് കണ്ണുകളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. കുറഞ്ഞ കാലറിയും വളരെയധികം ഫൈബറും ഉള്ളതുകൊണ്ട് ഇത് കഴിക്കുമ്പോൾ വയറിന് നിറഞ്ഞ പോലെ ഉണ്ടാകും. ഇത് ഹാർട്ട് ഹെൽത്തിനും ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാനും ഇതിലെ പൊട്ടാസ്യം സഹായിക്കുന്നു. അടുത്തതായി ഉപയോഗിക്കുന്നത് ലെറ്റ്യൂസ് ആണ്. ഇതിൽ നിന്നും കുറച്ച് ലീവ്സ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ഇത് നമ്മുടെ വെയിറ്റ് ലോസിന് വളരെ നന്നായി സഹായിക്കും. ശരീരത്തിന് ആവശ്യമുള്ള ഹൈഡ്രേഷനും ഇത് നൽകുന്നു. കണ്ണുകളുടെ ഹെൽത്തിനും ബോൺ ഹെൽത്തിനും ഇത് വളരെ യൂസ്ഫുള്ളാണ്. ഇതും കൂടി നമുക്കൊന്ന് ചെറുതായി മുറിച്ചെടുക്കാം. ഞാനിവിടെ കുറച്ച് പനീർ കൂടി ചേർക്കുന്നുണ്ട്. ഇത് പ്രോട്ടീൻ്റെ ഒരു കലവറ തന്നെയാണ്. ഇത് വെയിറ്റ് ലോസിന് വളരെ നന്നായി സഹായിക്കുകയും ബോൺ സ്ട്രെങ്ത് കൂട്ടുകയും ചെയ്യുന്നു. കൂടെ തന്നെ പ്രമേഹമുള്ളവർക്ക് ഇത് ഉപയോഗിക്കാനും സാധിക്കും. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഇനി ചെറുതായി അരിഞ്ഞു വെച്ച 2 വലിയ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച സോയാബീൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ പനീർ മുറിച്ചതും നമുക്ക് ചേർത്ത് കൊടുക്കാം. സോയാബീൻ ഒരു പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീനാണ്. പേശികളുടെ ബലത്തിനും ബോഡി ബിൽഡിങ്ങിനും ഇത് വളരെ നന്നായി സഹായിക്കും. നമ്മുടെ ഹാർട്ട് ഹെൽത്തിനും വെയിറ്റ് ലോസിനും ഇത് നന്നായി സഹായിക്കുകയും ചെയ്യും. ഇതൊന്ന് നമുക്ക് മിക്സ് ആക്കി എടുക്കാം. ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഗ്രീൻ പീസ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത് വേവിച്ച് വെച്ച ഗ്രീൻ പീസാണ്. ഇതെല്ലാം ഒന്ന് ചൂടായി വരട്ടെ. ഈ സമയത്ത് നമുക്ക് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിനും ആ ഒരു പച്ച ചൊവ മാറാനും കൂടിയാണ് ഞാനിത് ചേർക്കുന്നത്. കുറച്ച് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രയധികം ഹെൽത്തി ആൻഡ് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു സാലാഡാണെന്ന്. ഇങ്ങനെ സലാഡ് കഴിക്കുമ്പോൾ ഉള്ളൊരു ഗുണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? നമ്മളെ കിച്ചണിൽ തന്നെയുള്ള ഹൈ പ്രോട്ടീൻ സാധനങ്ങളും ഫൈബർ റിച്ച് ആയിട്ടുള്ള വെജിറ്റബിൾസും കഴിക്കുമ്പോൾ മറ്റ് ജങ്ക് ഫുഡ്സിനോട് നമുക്കൊരു ക്രേവിങ്സ് തോന്നില്ല. ഫൈബർ ധാരാളം അടങ്ങിയതുകൊണ്ടും ഇത് ദഹന പ്രക്രിയക്ക് വളരെയധികം സഹായിക്കുന്നു. കൂടെ തന്നെ മെറ്റബോളിസം കൂട്ടാനും ഇത് സഹായിക്കും. കാലറി വളരെ കുറവായതുകൊണ്ട് കൂടി തന്നെ ശരീരത്തിൽ ഇത് ഫാറ്റ് അടിഞ്ഞു കൂടുകയും ഇല്ല. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സാലഡ് ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. ഒരു ബൗളിലേക്ക് മുറിച്ച് വെച്ച കുക്കുംബറും ക്യാരറ്റും ലെറ്റ്യൂസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയ ഒരു പ്രോട്ടീൻ മിക്സില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ബോയിൽ ചെയ്ത് വെച്ച കോണും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ആദ്യം വേവിച്ച് വെച്ച ചെറുപയറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് നമുക്ക് മിക്സ് ആക്കി എടുക്കാം. കുറച്ച് ഉപ്പും കൂടി നമുക്ക് ഇതിനു വേണ്ടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2 കാടമുട്ട കൂടി ഞാൻ മുറിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് തികച്ച ഓപ്ഷനാണ്. ഇത് ഓൾറെഡി പ്രോട്ടീൻ റിച്ച് ആയതുകൊണ്ട് തന്നെ നിർബന്ധമില്ല. ഞാൻ ഒരു ഫ്ലേവർ വരാൻ വേണ്ടി മാത്രമാണ് ഇവിടെ സ്പ്രിംഗ് ഓനിയൻ കൂടി ചേർക്കുന്നത്. രാത്രി ഇത് കഴിച്ച് കിടന്നാൽ നമുക്ക് വിശക്കുകയോ അല്ലെങ്കിൽ ഡൈജഷൻ പ്രോബ്ലം വരികയോ ഇല്ല. അസിഡിറ്റി മുതലായവ കൊണ്ട് ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. തീർച്ചയായിട്ടും ഇത് നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കണം. നിങ്ങൾ കിച്ചണിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളെയും ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുതേ. ഇതുപോലുള്ള ഹെൽത്തി റെസിപ്പികൾക്കും വെയിറ്റ് ലോസ് ടിപ്സുകൾക്കുമായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിടൂ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം.
താങ്ക് യു സോ മച്ച്.